കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ള അതിരടി മൂവിന്റെ റിവ്യൂ ആണ്. ഓ പിന്നെ വലിയ റിവ്യൂവർ ഒക്കെ ആണല്ലോ. അതിരടി ഡയറക്ടഡ് ബൈ അനിൽ അനിരുദ്ധൻ. ഏത് മറ്റേ മിന്നൽ മുറിയിലെ കോറൈറ്റർ കണ്ടല്ലേ? അതെ, പുള്ളിയുടെ ആദ്യത്തെ പടമാണിത്. ടൊവിനോ തോമസും ബേസിൽ ജോസഫും ആണ് ഇതിൽ ലീഡിംഗ് റോൾ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരം സ്ലാങ് ആണ് നമ്മുടെ ടൊവിനോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ലാങ്ങും അതിന്റെ സ്വാഗും ഒക്കെ ടൊവിനോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് ആണ്. ബേസിൽ വളരെ നല്ലൊരു പ്രകടനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടൊവിനോ ഓക്കെയാണ്, പക്ഷെ ബേസിൽ എന്ത് ക്രിഞ്ചാണ്, എന്താ ചെയ്തു വെച്ചേക്കണേ? ഒരു കോമഡി ക്യാമ്പസ് വൈബ് ആയിട്ടുള്ള ഒരു പടമാണത്. ആ ഒരു വൈബ് ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു കോളേജിന്റെ വൈബ്രൻസി ഒക്കെ അത് പേഴ്സണലി നമുക്ക് വർക്ക് ആവുന്ന പോലെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, ക്ലാസ്മേറ്റ്സ് അതാണ് ക്യാമ്പസ് പടം പറഞ്ഞത്. അതേപോലെ തന്നെ പടത്തിൽ ഫസ്റ്റ് തന്നെ ഒരു ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. അതൊരു റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ എനിക്കൊക്കെ പേഴ്സണലി ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ ഹുക്ക് കിട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടം കുറച്ചധികം കണക്ട് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ചോദിച്ചോ? ചോദിക്കണ്ട, എനിക്ക് പറയാനുള്ള അവകാശമില്ല, ഞാനും കണ്ടില്ല സിനിമ. ഇനി കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കാസ്റ്റിംഗും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. റീൽസിലൊക്കെ കണ്ടു പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പടത്തിലുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് അതിലെ ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ വിനയ് ശ്രീനിവാസന്റെ, ഷാൻ റഹ്മാന്റെയും ജിയോ ബേബിയുടെ ഒക്കെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നി. നല്ല ഫണ്ണായിട്ട് തോന്നി, അവരുടെ ടൈമിംഗ് ഒക്കെ. അതിൻ്റെ ഒപ്പം തന്നെ ജിയോ ബേബി ആണെങ്കിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലൊരു മീറ്ററൊക്കെ പിടിച്ച് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ക്യാമിയോ ചെയ്തിരിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ പുള്ളിയൊക്കെ വരുന്ന സമയത്ത് തിയേറ്ററിൽ ഒരു വലിയ ഓളം തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കുറേയും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നും പറഞ്ഞ ഓഡിയൻസ് നമുക്ക് തിയേറ്ററിൽ വിളിച്ചോണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. വിഷ്ണു വിജയ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻഡിൽ വരുന്ന ഇമോഷണൽ സോങ് എല്ലാം നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫീൽ, ഒരു എന്താ പറയുക താരാട്ട് പോലത്തെ ഒരു ഫീൽ, നമുക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ സോങ്സുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ എൻഡിലൊക്കെ വരുന്ന ഒരു സോങ്ങുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വളരെ മികച്ചൊരു പടമായിട്ടാണ് എനിക്ക് അതിരടി തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ തരക്കേടില്ലാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടം, ഒരു വൺ ടൈം വാച്ചബിൾ, അതിനൊക്കെ ഉള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ പോയി കണ്ടിട്ടും പറ, നീയല്ല അവര്. അപ്പൊ എല്ലാവരും പടം കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൊക്കെ പറയാ. ശരി. ഞാൻ നിന്റെ അനിയനല്ല, അപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും കയറി. നീ പഠിക്കും.